ഹായ്, അപ്പം നമ്മളിന്നുള്ളത് നമ്മുടെ കഴക്കൂട്ടത്തുള്ള ശരണ്യ മെസ്സിലാണ്. ശരണ്യ മെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴക്കൂട്ടത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ്. ഇവിടുത്തെ ഫേമസ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ റെസ്റ്റോറൻ്റാണ്. ഇവിടെ നമ്മുടെ വെളുപ്പിന് 3 മണി മുട്ട് നമുക്ക് ബിരിയാണി കിട്ടും എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ. അത് നമ്മൾ നല്ല തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കിട്ടും എന്നുള്ള ഇവിടുത്തെ പ്രത്യേകത. പിന്നെ രാവിലെ നല്ല ബിരിയാണി കിട്ടും, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഐറ്റംസൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് നല്ല തമിഴ്നാട് സ്റ്റൈൽ മീൽസ് നമുക്ക് അവൈലബിൾ ആണ്. അത് കഴിയുമ്പോൾ ഈവനിങ് ആകുമ്പോൾ നമുക്ക് പിന്നെ വീണ്ടും ദോശ ബിരിയാണി ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, നമുക്ക് വെളുപ്പിന് 3 മണി തൊട്ട് ബിരിയാണി കിട്ടുന്നത് കൂടാതെ ഇവിടെ ചിക്കൻ കൊത്തു പൊറോട്ടുണ്ട്, എഗ്ഗ് കൊത്തു പൊറോട്ടുണ്ട്, സിലിക്കോൺ പൊറോട്ടുണ്ട്, മസാല ദോശയുണ്ട്, ഒനിയൻ പൊടി റോസ്റ്റ് ഉണ്ട്, ഗീ റോസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ബിരിയാണി 2 ടൈപ്പ് ബിരിയാണി ഉണ്ട്. നമ്മുടെ നോർമൽ തമിഴ്നാട് ബിരിയാണി ഉണ്ട്, ചിക്കൻ 65 ബിരിയാണി ഉണ്ട്. ചിക്കൻ 65 ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ തലപ്പാക്കട്ട് ബിരിയാണിയിലൊക്കെ നമുക്ക് ചിക്കൻ 65 ബിരിയാണി കാണാം. നമ്മുടെ ബിരിയാണി റൈസ് സെയിം ആയിരിക്കും, പക്ഷേ അതിനകത്ത് പീസ് ചിക്കൻ 65ൻ്റെ പീസായിരിക്കും. അതുപോലെ തന്നെ ഈ ബിരിയാണിക്കകത്ത് നമുക്കൊരു എഗ്ഗും അവൈലബിൾ ആണ്, മുട്ടയുണ്ടാവും. അങ്ങനെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ബിരിയാണി ഓർഡർ ചെയ്യുവാണെങ്കിലും നമുക്ക് നോർമൽ ബിരിയാണി ഉണ്ട്, ചിക്കൻ 65 ബിരിയാണി ഉണ്ട്. ചിക്കൻ 65 ബിരിയാണി നല്ല ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്ത അടിപൊളി ബിരിയാണിയാണ്. നമ്മൾ നോർമൽ ബിരിയാണി നമ്മുടെ സാധാരണ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. പിന്നെ ഉച്ചക്കൊക്കെ വരുവാണെങ്കിൽ നല്ല നാടൻ തമിഴ്നാട് സ്റ്റൈൽ മീൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ദോശ ഐറ്റംസ് ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ദോശ ഐറ്റംസ്, ചിക്കൻ കറി, അങ്ങനത്തെ ഐറ്റംസൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈവനിങ് മസാല ദോശ, കൊത്തു പൊറോട്ട, ഇതൊക്കെ തന്നെ അവൈലബിൾ ആണ്. വെളുപ്പിന് 3 മണി മുതൽ 11 മണി വരെ നമുക്ക് ഈ ഹോട്ടലിൽ അവൈലബിൾ ആണ്. ഇപ്പം നമ്മളിവിടെ വന്നിട്ട് ട്രൈ ചെയ്തത് ഇവിടുത്തെ ചിക്കൻ 65 ബിരിയാണിയാണ് ട്രൈ ചെയ്തത്. ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞ ഒരു ബിരിയാണി തന്നെയാണ് ഇതെന്ന് പറയാം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തമിഴ്നാട് റൈസും അതിലൂടെ നല്ല ചിക്കൻ 65ഉം എഗ്ഗും ഒക്കെ ആയിട്ട് നല്ലൊരു കോമ്പിനേഷൻ തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് തമിഴ്നാട് സ്റ്റൈലിലെ ഗ്രേവി നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സലാഡ്, ഇതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത്. ഇതൊക്കെ കൂട്ടി കഴിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളത് ടേസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. അപ്പം എന്താണ് ഫുഡ് ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ കഴക്കൂട്ടം ട്രിവാൻഡ്രത്തൊക്കെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരും എന്താണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ബിരിയാണി തന്നെയാണിത്. പിന്നെ ഇതിന് 130 രൂപയാണ് നോർമൽ ബിരിയാണിക്ക് വരുന്നത്. ചിക്കൻ 65 ബിരിയാണിക്ക് 160 രൂപയാണ് ബിരിയാണി വരുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ റൈസ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് റൈസ് വേണമെങ്കിൽ കിട്ടും, കാരണം 65 നമുക്ക് കുറേ പീസ് ഉണ്ടാവും. അപ്പം നമുക്ക് റൈസ് വാങ്ങിച്ചിട്ട് നമുക്ക് 2 പേരൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനുണ്ട്. അപ്പം എന്താണെങ്കിലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഈ ശരണ്യ മെസ് കഴക്കൂട്ടത്തുള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വരുന്നവർക്കും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ സ്പോട്ടാണ് ഇവിടുത്തെ ചിക്കൻ 65 ബിരിയാണി, നോർമൽ ബിരിയാണി, പിന്നെ ഉച്ചയ്ക്ക് നല്ല തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. ടേസ്റ്റ് ഓഫ് തമിഴ്നാട് ആണ് ഇവിടെ ക്യാപ്ഷൻ.